വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 31. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. എവറി സൺഡേ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ ക്ലീനിങ് ഡേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നാളെ സെപ്റ്റംബർ 1 ആണ്. സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ, അതായത് 1 തൊട്ട് 8 വരെ നമ്മൾ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിന് മുന്നോടിയായി എടുക്കുന്ന 8 നോമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ മുടങ്ങാതെ എടുക്കുന്ന ഒരു നോമ്പ് കൂടിയാണിത്. എൻ്റെ ജോക്കുട്ടിന് 1 വയസ്സേ ഉള്ളേ. എന്നിരുന്നാൽ പോലും അവനെക്കൊണ്ട് ഞാൻ ഈ നോമ്പ് എടുപ്പിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഒരു നോമ്പ് കൂടിയാണ് 8 നോമ്പ്. പിന്നെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അമ്മയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളതുമായ ഒരു കാര്യമാണ്, ഏതൊരു നോമ്പിന് മുന്നേയും വിശുദ്ധിയോടും വ്രതശുദ്ധിയോടും കൂടെ നോമ്പിനെ വരവേൽക്കണം. അതായത് ഒരു ഒരുക്കമുണ്ടായിരിക്കണം എല്ലാത്തിനും. ഞാനും അത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ഇന്ന് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അതിന് നമ്മൾ മാപ്പ് അപേക്ഷിക്കുക. പിന്നെ നമ്മളോട് ആരെങ്കിലും പൊറുക്കാനാവാത്ത തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഒരു ഒരുക്കത്തിൽ കൂടി വേണം നമ്മൾ ഏതൊരു നോമ്പിലേക്കും പ്രവേശിക്കാൻ. അപ്പോഴാണ് നമ്മുടെ നോമ്പ് അർത്ഥവത്തുള്ളതും പൂർത്തീകരിക്കുന്നതും. പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ ഈ മാതാവിനോട് ഓവർ ഭക്തി കാണിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ പറയുന്നവരെയൊന്നും ഞാൻ മൈൻഡാക്കാറില്ല. കാരണം എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ പോയാലും നിനക്കെന്നും തുണയായിട്ട് മാതാവ് കൂടെ ഉണ്ടാവുമെന്ന്. അത് സത്യമാണ്. എനിക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഏതൊരു പ്രതിസന്ധിയിലും എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് എനിക്ക് വേണ്ടുന്നതെല്ലാം കർത്താവിൽ നിന്ന് നേടിത്തരുന്ന ഒരമ്മയാണ് എൻ്റെ ദൈവമാതാവ്. അപ്പോൾ ആ മാതാവ് നിങ്ങളെയും ഈ 8 നോമ്പിൽ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കർത്താവിൽ നിന്ന് ലഭിക്കട്ടെ.